അതിലേറെ അഭിമാനം ഇത്തരമൊരു പദവിയിലേക്ക് എത്തുന്നതില് അതിന് കാരണക്കാരായ കൊല്ലം നിയമസഭാ മണ്ഡലത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സഹപ്രവർത്തകർ, അതോടൊപ്പം ഈ നിയമസഭാ മണ്ഡലത്തിലെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എന്നെ ചേർത്ത് നിർത്തിയ പ്രിയപ്പെട്ടവർ, അവരോടുള്ള ഹൃദയംഗമമായ നന്ദി. 4 പതിറ്റാണ്ടിലേറെയായി സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടം മുതൽ സംഘടനാ പ്രവർത്തനം ആരംഭിച്ച് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലും യുവജന രാഷ്ട്രീയത്തിലും വനിതാ രാഷ്ട്രീയത്തിലും പൊതു രാഷ്ട്രീയത്തിലും ഇടപെട്ടുകൊണ്ട് പ്രവർത്തിക്കുകയും തെരഞ്ഞെടുപ്പുകൾ മത്സരിച്ച് പരാജയപ്പെടുമ്പോൾ പ്രതിസന്ധികൾ പതറാതെ എന്നെ ചേർത്ത് നിർത്തിയ കുടുംബാംഗങ്ങൾ, പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, പാർട്ടി മുന്നണി പ്രവർത്തകർ അടക്കമുള്ള അഭ്യുദയകാംക്ഷികൾ എല്ലാവരുടെയും നിർലോഭമായ സ്നേഹവും കരുതലുമാണ് ഇന്ന് ഈ പദവിയിലേക്ക് എത്തിച്ചത്. അതിനുമപ്പുറത്തേക്ക് ഇത് കേരളത്തിലെ വനിതകൾക്ക് കിട്ടിയ ഒരു അംഗീകാരമായി കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കേരള നിയമസഭയില് 2 വനിതാ മന്ത്രിമാരും, മന്ത്രിസഭയിൽ 2 വനിതാ മന്ത്രിമാരും, ഒരു ഡെപ്യൂട്ടി സ്പീക്കർ വനിതയും അടക്കം 3 MLA-മാരായ വനിതകളെ പരിഗണിച്ചുകൊണ്ട് UDF ഏറ്റവും ശക്തമായ നിലയില് വനിതാ പ്രാതിനിധ്യം ഉറപ്പിച്ചു കൊണ്ടുപോകുന്നു. യുവജന പ്രാതിനിധ്യം അടക്കമുള്ള എല്ലാവരെയും ചേർത്ത് നിർത്തിയ ടീം UDF തീർച്ചയായും പുതുയുഗ കേരളത്തിനായി പ്രവർത്തിക്കും. കൊല്ലം ജില്ലയുടെ സംസ്ഥാനത്തിന്റെ പൊതു വികസനത്തിനോടൊപ്പം കൊല്ലം ജില്ലയുടെ വികസനത്തോടൊപ്പം കൊല്ലം നിയമസഭാ മണ്ഡലത്തിലെ ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും അതുപോലെ വികസന പ്രവർത്തനങ്ങൾക്കും എല്ലാവരുടെയും പിന്തുണയോടുകൂടി മുന്നോട്ട് പോകും എന്ന് മാത്രം പറയുന്നു. എന്റെ പ്രിയപ്പെട്ടവർ കാണിക്കുന്ന സ്നേഹത്തിനും കരുതലിനും എല്ലാ കാലത്തും കടപ്പെട്ടിരിക്കുന്നു.